ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും. അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് ആദ്യമില്ല. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരെ ദോഷങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല. ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല. പരിഹരിക്കട്ടെ. ഏതായാലും കെ കരുണാകരൻ്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയും. അദ്ദേഹം ഉദിച്ചു വന്ന ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചുയരുന്ന സൂര്യനുമില്ല. അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ല. ഇല്ല, മുന്നോട്ടൊരു ചോദ്യം കൂടി. പത്മജ വേണുഗോപാലിൻ്റെ പ്രവചനമുണ്ട് മുരളീധരൻ തോൽക്കുന്നത്, എന്താണ് അതിൽ? അവനെ തന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല, പിന്നെയാണ് മറ്റുള്ളവർ ജയിക്കുക തോൽക്കുമെന്ന് പറയുന്നത്. 2 തവണ സുഖമായിട്ട് ചാൻസ് കിട്ടി, അതും തോറ്റു. മുതിർന്ന കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് കേൾക്കാത്തേക്കിൽ 1.5 ലക്ഷത്തിന് തോറ്റു. അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർ തോൽക്കുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള? പ്രവചിച്ച് സമാധാനം അടഞ്ഞോട്ടെ. അത് ആ സമാധാനം ഏതായാലും ഈ 4-ാം തീയതിയോടെ തീരും. വട്ടപൂജയായിരിക്കും അവരുടെ സീറ്റ് കേരളത്തിൽ. അക്കാര്യത്തിൽ 101% ഉറപ്പാണ്. 1% പോലും അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ ഒരു സിനിമാ നടനെ തൊട്ടടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് കൂടും, സെൽഫി എടുക്കും. സെൽഫി എടുത്ത് വോട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. അതുകൊണ്ട് കാണാൻ വരുന്നവരും ടാറ്റ കാണിക്കുന്നവരൊക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സിൽ ഇപ്പോൾ അങ്ങനെ വിട്ടുപോയ വോട്ടുകളൊന്നുമില്ല. ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ പോലും ഞങ്ങളുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ പാർട്ടിക്ക് കേരളത്തിലുള്ളൂ. അതിൻ്റെ ഒരു ഭാഗം തൃശ്ശൂരുമുണ്ട്. അതല്ലാതെ പ്രവർത്തനത്തിലൊരു അലംഭാവം ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടിയുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പാർട്ടിക്ക് ഒരു നിർണായക ഘട്ടത്തിൽ സഹായിക്കാത്തവർ പാർട്ടിക്ക് ആവശ്യമില്ല.